അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ശബ്ദം ക്ലിയർ ആണോ? അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീൻ അമ്മാ ബഅദ്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ് മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മൾ ഇതുവരെ സ്വലാത്തിന്റെ മജ്ലിസിലായിരുന്നു. അല്ലാഹു തആല നമ്മൾ ചൊല്ലിയ സ്വലാത്തുകൾ, ഔറാദുകൾ, പരിശുദ്ധമായ ഖുർആൻ പാരായണം, അസ്മാഉൽ ഹുസ്ന എല്ലാം അല്ലാഹു തആല നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ. നമ്മുടെ സർവ്വവിധ പാപങ്ങളും അല്ലാഹു തആല നമ്മൾ ചൊല്ലിയ സ്വലാത്തുകളുടെ, ഔറാദുകളുടെ, പരിശുദ്ധമായ ഖുർആൻ പാരായണത്തിന്റെ എല്ലാം ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പാപങ്ങളും അല്ലാഹു തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. മരിക്കുന്ന സമയത്ത് പരിപൂർണ ഈമാനോടുകൂടെ മരിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു തആല നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സ്വലാത്തിന്റെ ശേഷം ചെറിയ ഒരു നസീഹത്ത് നമ്മുടെ വളീഫയിൽ പറയുന്നുണ്ട്. അതിനനുസരിച്ച് ഇൻഷാ അല്ലാഹ് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയിലേക്ക് കടക്കാണ്. ഒരുപാട് ആളുകൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട്, നമ്മുടെ സ്വലാത്തിന്റെ മജ്ലിസിന് ശേഷമുള്ള ദുആക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ആളുകൾ ഉണ്ടാകും. അല്ലാഹു തആല നമ്മുടെ എല്ലാ പ്രാർത്ഥനകളെയും സ്വീകരിക്കട്ടെ. എന്നല്ല, വളരെ പ്രത്യേകമായ ഒരു ദിവസത്തിലാണ്, ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ഒരു ദിവസത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളതും. പരിശുദ്ധമായ മുഹറം മാസത്തിലെ 9-ാമത്തെ രാവിലെ അല്ലെങ്കിൽ 10-ാമത്തെ രാവിലെ, അഥവാ നാട്ടിൽ നിന്നുള്ള ആളുകളൊക്കെ 10-ാമത്തെ രാവിലും ഗൾഫിലുള്ള ആളുകളിലൊക്കെ 9-ാമത്തെ രാത്രിയിലും ആണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ദുആക്ക് ഏറ്റവും ഇജാബത്ത് പ്രതീക്ഷിക്കപ്പെടാവുന്ന രാത്രിയിലാണ്. അല്ലാഹു തആല നമ്മളെ അങ്ങനെ തന്നെ ആക്കട്ടെ. അല്ലാഹു തആല നമ്മൾ ചെയ്ത എല്ലാ പാപങ്ങളും അല്ലാഹു തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. മഹാനാകുന്ന ഇബ്രാഹിമിന് അദ്ഹം റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കപ്പെട്ടു, നിങ്ങള് നമ്മളുമായിട്ട് സംസാരത്തിലൊക്കെ ഇടപഴകാനൊന്നും നിങ്ങൾ സമയം കണ്ടെത്തുന്നില്ലല്ലോ എന്ന് ചോദിച്ചു. മഹാനവറുകൾ പറഞ്ഞു, അതിനെനിക്ക് സമയമില്ലല്ലോ. സംസാരിക്കാനൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് സമയം ഇല്ല. ഇന്നീ മശ്ഗൂലുൻ അൻഹു ബിസലാസിൻ. 3 കാര്യവുമായിട്ട് ഞാൻ എപ്പോഴും ശുഗലിലാണ്, ഞാൻ എപ്പോഴും തിരക്കിലാണ്. അതുകൊണ്ട് പിന്നെ എനിക്ക് ദുനിയവിയായ മറ്റ് സംസാരങ്ങൾക്കും മറ്റുള്ള കർമ്മങ്ങൾക്കും എനിക്ക് സമയമില്ല. ഞാൻ തിരക്കിലാണ്, ഏത് സമയത്തും തിരക്കിലാണ്. എന്നിട്ട് പറഞ്ഞു, ഒന്ന് പറഞ്ഞു ബിശ്ശുക്രി അലൻ നിഅം, നിഅമത്തുകൾക്ക് അല്ലാഹുവിന് ഞാൻ ശുക്ർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു ഒരുപാട് നിഅമത്തുകൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നൽകിയിട്ടുണ്ട്, ഒരുപാട് നിഅമത്തുകൾ. ഏറ്റവും വലിയ നിഅമത്താണ് അല്ലാഹു നമുക്ക് നൽകിയ ആരോഗ്യം എന്നുള്ളത്. ആരോഗ്യം, എന്തൊരു വിഷയത്തിനും നമുക്ക് ആരോഗ്യം വേണമല്ലേ? നമ്മളിങ്ങനെ മൈക്കിലൂടെ പറയാനും ആരോഗ്യം വേണം, എന്തെങ്കിലും എഴുതി അയക്കാൻ കയ്യിന് ആരോഗ്യം വേണം, ദുആക്ക് പറയണമെങ്കിൽ അത് സംസാരിക്കാനുള്ള നാവിന് ആരോഗ്യം വേണം. ഏത് വിഷയത്തിനും, അത് ഇബാദത്തിന്റെ വിഷയത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്, ജോലിയുടെ വിഷയത്തിലാണെങ്കിലും അങ്ങനെ തന്നെ, ഏതൊരു വിഷയത്തിനും ആരോഗ്യമാണല്ലോ. ആരോഗ്യമില്ലാത്ത മനുഷ്യന് ഒരാൾക്കും ആവശ്യമല്ല. മാത്രമല്ല, ഇപ്പൊ കമ്പനികളിലൊക്കെ 40 വയസ്സ് കഴിഞ്ഞാൽ തന്നെ ജോലിക്കാരെടുക്കൂല എന്നുള്ളതാണ്. 40 കഴിഞ്ഞ ആളുകളുടെ CV ഒന്നും ഇപ്പൊ സ്വീകരിക്കൂല, അതങ്ങോട്ട് മാറ്റിവെക്കും. എത്ര ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ടും, പിന്നെ വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിട്ടും, എക്സ്പീരിയൻസ് ഉണ്ടായിട്ടൊന്നും കാര്യം, നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരാണ് ഇപ്പൊ ആളുകൾക്ക് ആവശ്യം. അതെന്തുകൊണ്ടാ?
അത് ആരോഗ്യത്തിന്റെ രഹസ്യം തന്നെ. അതുകൊണ്ടാണ് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, നിഅമത്താനി മഗ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ്. ജനങ്ങളിൽ നിന്ന് അധിക പേരും അല്ലാഹു തആല നൽകിയ നിഅമത്തുകളിൽ അവര് ശ്രദ്ധ പതിപ്പിക്കുന്നില്ല, അവര് വിട്ടുകളയുകയാണ്. സത്യത്തിൽ ആ നിഅമത്തുകൾ അല്ലാഹുവിന്റെ വലിയ നിഅമത്തുകളാണ് താനും, എന്നാലോ അതവര് ശ്രദ്ധിക്കുന്നുമില്ല. എന്നിട്ട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ആദ്യമായിട്ട് അസ്സിഹതു, ഒന്നാമത്തത് ആരോഗ്യമാകുന്നു. അതുകൊണ്ട് ആരോഗ്യത്തിന് നമ്മൾ അള്ളാഹുവിനോട് നന്ദി പറയണമെന്നാ. അതെങ്ങനെ ആരോഗ്യത്തിന് നന്ദി പറയാ? ആരോഗ്യത്തിന് നന്ദി പറയാ എന്ന് പറഞ്ഞാൽ ആരോഗ്യം നല്ലതിന് വേണ്ടി വിനിയോഗിക്കുക എന്നുള്ളത് അത് നമ്മുടെ നിർബന്ധ ബാധ്യതയാണ്. അതുകൊണ്ടാണ് ഇബ്രാഹിമിന് അദ്ഹം റളിയല്ലാഹു അൻഹു പറഞ്ഞത് ആദ്യമായിട്ട് പറയാണ് ബിശുക്രി അലൻ നിഅം, നിഅമത്തുകൾക്ക് നന്ദി കാണിക്കുകയാണ് ഞാൻ. നിഅമത്തുകൾക്ക് പടച്ചതമ്പുരാൻ തന്ന നിഅമത്ത്, നമുക്ക് എന്തെല്ലാം നിഅമത്തുകളിലെ അല്ലാഹു തആല നമ്മളെ സുരക്ഷിതത്വം, ഏറ്റവും വലിയ മറ്റൊരു അല്ലാഹു തആല നമുക്ക് നൽകിയ ഒരു അനുഗ്രഹമാണ് സുരക്ഷിതത്വം എന്നുള്ളത്. അത് നമ്മുടെ നാട്ടിലാണെങ്കിലും നമ്മൾ ജീവിക്കുന്ന ഈ നാട്ടിലാണെങ്കിലും അല്ലെ, നമ്മൾ ഈ ജീവിക്കുന്ന ഈ നാട്ടിൽ എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാഹ് ഗൾഫ് നാടുകളിലൊക്കെ വല്ലാത്തൊരു സുരക്ഷയാണ്. അതൊക്കെ അല്ലാഹു തആല നൽകിയതാണ്. അതുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചതും അമ്നിന് വേണ്ടി പ്രാർത്ഥിച്ചു. അതെന്തുകൊണ്ടാ? സുരക്ഷിതമായിട്ട് മക്കയിലെ ഹജ്ജ് നിർവഹിക്കാൻ ജനങ്ങൾ അങ്ങോട്ട് ആകർഷിക്കണമെങ്കിൽ സുരക്ഷിതത്വം വേണം. അത് ഏത് നാട്ടിൽ നിന്ന് വരുമ്പോഴും, ഏത് നാട്ടിലൂടെ പറന്നു വരികയാണെങ്കിലും അല്ല കപ്പലിൽ വരികയാണെങ്കിലും സുരക്ഷിതത്വം വേണ്ടേ? അമ്ന് വേണം, നിർഭയത്വം വേണം. അള്ളാഹുവിന്റെ നിഅമത്താണ് അത്. ചില നാടുകളിലൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അള്ളാഹു എല്ലാ നാടുകൾക്കും നിർഭയത്വം നൽകട്ടെ, സുരക്ഷിതത്വം അല്ലാഹു തആല നൽകട്ടെ. അള്ളാഹുവിന്റെ വലിയ നിഅമത്താണ്. അതുകൊണ്ട് സുരക്ഷിതത്വമില്ലാത്ത രാജ്യങ്ങൾ അനുഭവിക്കുന്ന വേദനകളും പ്രയാസങ്ങളും ദൈനംദിനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയും കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന മനുഷ്യ, അള്ളാഹു നിനക്ക് നൽകിയ നിർഭയത്വം, അതിന് നീ റബ്ബിനോട് സമാധാനം പറയണം, റബ്ബിനോട് നന്ദി കാണിക്കണം. അതാണ് ബിശുക്രി അലൻ നിഅം. നിഅമത്തുകൾക്ക് വേണ്ടി നന്ദി കാണിക്കുക എന്നുള്ളത് മനുഷ്യന്റെ നിർബന്ധ ബാധ്യതയാണ്. അതുകൊണ്ടാ ഇബ്രാഹിം ബിൻ അദ്ഹം റളിയല്ലാഹു തആല അൻഹു ആദ്യം തന്നെ അങ്ങനെ പറഞ്ഞത്, ഇന്നി മശ്ഗൂലുൻ അൻഹു ബിസലാസ്. സംസാരിച്ചിരിക്കാൻ എനിക്ക് സമയമല്ല. കാരണം റബ്ബ് തആല ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് നൽകിയിട്ടുണ്ട്. ആരോഗ്യപരമായി, സുരക്ഷിതത്വപരമായി, സാമ്പത്തികമായി, ജോലിപരമായി എന്തെല്ലാം റബ്ബ് തആല അനുഗ്രഹം ചെയ്തു അല്ലേ? നമുക്ക് എന്തെല്ലാം അനുഗ്രഹമാണ് പടച്ചതമ്പുരാൻ നൽകിയിട്ടുള്ളത്. മക്കളെ തന്നു, മക്കളില്ലാത്തവര് വിഷമിക്കാണ്. ആരോഗ്യം തന്നു, ആരോഗ്യമില്ലാത്തവര് വിഷമിക്കാണ്. രോഗത്തിലായവർ കടന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യാണ്, അള്ളാഹുവേ ഈ രോഗത്തുനിന്ന് ഒരു രക്ഷയില്ലെങ്കിൽ നീ ഒന്ന് മരിപ്പിക്കണം എന്ന് ദുആ ചെയ്യാണ്. ദുആ ചെയ്യാൻ വേണ്ടി നമുക്ക് മജ്ലിസുകളിലേക്ക്, ദുആന്റെ മജ്ലിസുകളിലേക്ക് ലിസ്റ്റ് വരുന്ന മക്കളുണ്ട്. എന്തുകൊണ്ട്? മാതാപിതാക്കളെ കൊണ്ട് വിഷമം അനുഭവിച്ചതിന്റെ പേര്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആരോഗ്യം, അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ആരോഗ്യം തരല്ലേ എന്ന് പ്രാർത്ഥിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ടാണ് അല്ലാഹുവേ നീ എനിക്ക് ആഫിയത്ത് നൽകണമേ. പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മളോട് പറഞ്ഞത് അതുകൊണ്ടാണ്. യാ അല്ലാഹ്, അതുകൊണ്ടാണ് നിഅമത്തിനെ കുറിച്ച് റബ്ബ് തആലാന്റെ നിഅമത്ത് നമുക്കറിയില്ല. അതുകൊണ്ടല്ലേ ഹിജ്റയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വലിയ പാഠമുണ്ട്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തെരഞ്ഞെടുത്ത പുണ്യമാക്കപ്പെട്ട മദീന. പുണ്യമാക്കപ്പെട്ട മദീന എത്ര നാടുണ്ട് അല്ലേ? ഏതെല്ലാം നാടുണ്ട്. പക്ഷെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഹിജ്റക്ക് തെരഞ്ഞെടുത്ത നാട് പുണ്യമാക്കപ്പെട്ട മദീനയാണ്. എന്തുകൊണ്ടാ? ഈ മദീനയിൽ അവിടുന്ന് ചെല്ലുന്നതിന് മുമ്പായിട്ട് തന്നെ മഹാനാകുന്ന മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹുവിനെ പറഞ്ഞയച്ചിട്ട് ഏകദേശമുള്ള എല്ലാ വീടുകളിലും ഇസ്ലാമിന്റെ പ്രഭ പരന്നിരുന്നു, എല്ലാ വീടുകളിലും. അതുകൊണ്ടല്ലേ സുരക്ഷിതമായിട്ട് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്ക വിട്ടു മദീനയിൽ അവിടെ സ്വീകരിച്ചത് എങ്ങനെ? ഏത് പ്രവാചകനെയാണ് അവർ സ്വീകരിച്ചത്? യാ അല്ലാഹ്, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
എന്തൊരു വിഷയത്തിനും അള്ളാഹു നമുക്ക് നിർഭയമായ ഒരു സ്ഥലം, ഒരു സമയം ഇത് നൽകണം. അപ്പോഴേ നമുക്ക് ഇബാദത്ത് എന്നല്ല ഏതൊരു കർമ്മങ്ങൾക്കും നമ്മൾക്ക് നമ്മുടെ ഏതൊരു കർമ്മങ്ങളും നിർവഹിക്കാൻ സാധിക്കുന്നത് അപ്പോഴാണ്. അള്ളാഹു തആല സ്വീകരിക്കട്ടെ. അതുകൊണ്ടല്ലേ ത്വലഹൽ ബദറൊക്കെ പാടിയത്. ത്വലഹൽ ബദർ മക്കക്കാര് കാണാത്ത ഒരു പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാത്ത ഒരു ജനവിഭാഗമാണ് ത്വലഹൽ ബദർ പാടി സ്വീകരിക്കുന്നത്. ഏത് മക്കക്കാരാണെങ്കിൽ പിറന്ന നാട്ടില് പിറന്ന സമയം മുതൽ അല്ലമീൻ അല്ലമീൻ എന്ന് വിളിക്കുന്നുണ്ട് പുണ്യനബിനെ സല്ലല്ലാഹു അലൈഹി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഒരു മോശമായ ഒരു പ്രവൃത്തി ഇന്നേ വരെ മക്കക്കാര് കണ്ടിട്ടില്ല. ആ മക്കക്കാരാണ് ആട്ടിയോടിക്കുന്നത്. എന്നാലോ ഈ അല്ലമീനെ മദീനക്കാര് കണ്ടിട്ടില്ല. പിന്നെ ഏതല്ലമീനെയാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മൾ വിശ്വസിക്കല് നിർബന്ധമാണ്, അള്ളാഹുവിനെ വിശ്വസിക്കല് നിർബന്ധമാണ്. ആ അള്ളാഹുവിന്റെ തിരുദൂതരാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി. ഈ മുഹമ്മദിനെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനക്കാർക്ക് പരിചയം. അല്ലമീനെ പരിചയമില്ല. അൽഅമീനെ പരിചയം ഇല്ലാതിരുന്നിട്ട് കൂടി, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം മദീനക്കാർക്ക് അറിയില്ലല്ലോ. മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹു പരിചയപ്പെടുത്തിയ ഒരു പ്രവാചകൻ, ഒരു അല്ലാഹുവിന്റെ തിരുദൂതർ, ഇതാണ് പരിചയം മദീനക്കാർക്ക്. ആ മദീനക്കാരിലെ കുട്ടികളാണ് മസ്ജിദ് ഖുബായുടെ പരിസരത്ത് ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വദാഇ വജബ ശുക്റു അലൈനാ മദഅ ലില്ലാഹി ദാഇ അയ്യുഹൽ മബ്ഊസു ഫീനാ ജിത ബിൽ അംറിൽ മുതാഇ ജിത ശറഫ്തൽ മദീന മർഹബാ യാ ഖൈറ ദാഇ എന്ന് പാടി സ്വീകരിച്ചത് മക്കയിൽ നിന്ന് പോയ ആളുകളുടെ മക്കളല്ല, മറിച്ച് അൽ-അമീനയല്ല അവര് സ്വീകരിക്കുന്നത്, മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹു ഞങ്ങൾക്കൊരു പ്രവാചകരെ വിശ്വസിക്കൽ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ പ്രവാചകരെയാണ് അവരങ്ങേയറ്റം സ്വീകരിച്ചത്, ആനയിച്ചത്, സ്നേഹിച്ചത്. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേറെ ഒരു സ്ഥലവും തെരഞ്ഞെടുക്കാതെ ഒരു സുരക്ഷിതമായ കേന്ദ്രം പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തെരഞ്ഞെടുത്തു. അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമാണ്. എന്തുകൊണ്ട്? കാരണം ഇനി മദീനയിലുള്ള ഏകദേശമുള്ള വീടുകളിലെല്ലാം ഇസ്ലാമിന്റെ പ്രഭാവെടുത്ത ഇസ്ലാമിന്റെ നൂറ്, ദീനുൽ ഇസ്ലാമിന്റെ നൂറ് പരന്നു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്കാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്രത്തോളം അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട് മുറ്റത്ത് ഒട്ടകം പുട്ടുകുത്തിയപ്പോഴാണ് അവിടുത്തെ കുടുംബത്തിലെ കുട്ടികൾ പാട്ടുപാടിയത്. നഹ്നു ജവാരിൻ മിൻ ബനിൻ നജ്ജാരി യാ ഹബ്ബദാ മുഹമ്മദുൻ മിൻ ജാരി. വല്ലാത്തൊരു സന്തോഷമാണ് ഇന്ന്, വല്ലാത്തൊരു സന്തോഷാണ്. ഈ സന്തോഷം ഈ കുട്ടികളുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്തതാരാ? ഈ മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി. ഇവര് കണ്ടിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ആ കുട്ടികളുടെ മനസ്സിലേക്ക് ഈ മുഹമ്മദിനോടുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തോടുള്ള ഇത്രമാത്രമുള്ള ഒരു വൈകാരിക ബന്ധം, ഒരു ഖൽബിയായ ഒരു മഹബ്ബത്ത് ഈ കൊച്ചുമക്കളുടെ ഹൃദയത്തിൽ പോലും എങ്ങനെയുണ്ടായി? ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ. ഇത് അവരുടെ മാതാപിതാക്കൾ പഠിപ്പിച്ചു കൊടുത്തതാണ്. അവരുടെ മാതാപിതാക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ആര്? മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെല്ലാൻ ഉദ്ദേശിക്കുന്ന മദീന എന്ന പുണ്യമാക്കപ്പെട്ട സ്ഥലത്തിൽ ചെല്ലുന്നതിന് മുമ്പ് തന്നെ അവിടത്തിലുള്ള ആളുകളെ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹുവിനെ പറഞ്ഞു കൊടുത്തുകൊണ്ട് ഇസ്ലാമിനെയും ഇസ്ലാമിന്റെ പ്രവാചകരെയും തിരുദൂതരെയും പറഞ്ഞ് പരിചയപ്പെടുത്തി പഠിപ്പിച്ചു കൊടുത്തു പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. എന്നിട്ടാണ് മദീനയിലേക്ക് ഹിജറ പോകുന്നത്. യാ അല്ലാഹ്, ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് നെട്ടിപ്പരത്തി പറയുന്നില്ല, ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്, അവസാനിപ്പിക്കുകയാണ്. ഇമാം
ഇബ്രാഹിമിന് അദ്ഹം റളിയല്ലാഹു അൻഹു പറയാണ്, അതുകൊണ്ട് അള്ളാഹുവിനോട് ശുക്ർ ചെയ്യാൻ മനുഷ്യരെ. നമുക്ക് അല്ലാഹു തആല നൽകിയ നിഅമത്ത്, ഏതൊരു വിഷയം എടുത്താലും അത് അല്ലാഹു തആല നമുക്ക് നൽകിയ വലിയ നിഅമത്താണ് നമുക്ക് തോന്നിപ്പോകും, ഇല്ലേ? ഒരു രാജ്യത്തിനെടുത്ത് നോക്ക്, ഏതെല്ലാം രാജ്യങ്ങള് വിഷമനുഭവിക്കുന്ന, ഇബാദത്ത് ചെയ്യാൻ കഴിയാത്ത, പോട്ടെ ഉള്ള ഭക്ഷണം മര്യാദക്ക് കഴിക്കാൻ കഴിയാത്ത, സമ്പത്തുണ്ടായിട്ട് എന്താ കാര്യം? സുരക്ഷിതത്വം അല്ലെങ്കിൽ നിർഭയല്ലെങ്കിൽ, നിർഭയമായിട്ട് ഉറങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ഭക്ഷണമുണ്ട്, നിർഭയം, പിന്നെ വീടുണ്ട്, സമ്പത്തുണ്ട്, എല്ലാം ഉണ്ട്. എന്നാലോ കടന്നാൽ കടത്തത്തിൽ ഉറക്കം വരുമോ? ഇല്ല. ബോംബ് വീഴുമോ, മിസൈലാക്രമണം ഉണ്ടാവോ എന്ന് പേടിച്ചിട്ട് കഴിയുന്ന എത്ര രാഷ്ട്രങ്ങളിലെ പാവപ്പെട്ട ജനങ്ങളുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇവിടെയാണ് അല്ലാഹു തആല നമുക്ക് നൽകിയ നിഅമത്ത്. ആരോഗ്യം മാത്രമല്ല, അല്ലാഹു തആല നമുക്ക് സുരക്ഷിതത്വം നൽകി, നിർഭയത്വം നൽകി, അതിലപ്പുറം എല്ലാം റബ്ബ് തആല നൽകി. ഈ നിഅമത്തുകൾക്ക് നമ്മൾ ശുക്ർ കാണിച്ചിട്ടുണ്ടെങ്കിൽ, അതുകൊണ്ടാണ് അല്ലാഹു അവന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ പറഞ്ഞത്, ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. നിങ്ങൾ മനസ്സിലാക്കണം, എന്റെ നിഅമത്തുകൾക്ക് നിങ്ങൾ നന്ദി കാണിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ, നിങ്ങളുടെ ജോലിയും നിങ്ങളുടെ സമ്പത്തും വീടും മാത്രമല്ല, ഒരുപാട് അനുഗ്രഹങ്ങൾ, എണ്ണമറ്റ അനുഗ്രഹങ്ങൾ, എണ്ണിയാൽ തീർക്കാൻ കഴിയാത്ത അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേൽ നമ്മൾ ചൊരിഞ്ഞു തന്നിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ വീണ്ടും എന്റെ ഫളല് നിങ്ങൾക്ക് നമ്മൾ വർദ്ധിപ്പിച്ചു തരും, ഒരുപാട് ഔദാര്യങ്ങൾ വർദ്ധിപ്പിച്ചു തരും. അപ്പൊ ജനങ്ങൾ നന്ദി കെട്ട വർഗമാണ്. അതുകൊണ്ട് അവർക്ക് ചെയ്ത നിഅമത്തുകൾക്ക് നന്ദി കാണിക്കുന്നില്ല. അതുകൊണ്ടാണ് പടച്ചതമ്പുരാന്റെ ശിക്ഷ ഏതൊരു സമയത്തും പ്രതീക്ഷിക്കേണ്ടതുണ്ട്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. രണ്ടാമത് അവസാനിപ്പിക്കുകയാണ്. രണ്ടാമത് പറയുന്നു, മഹാനാകുന്ന ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് സമയമില്ലല്ലോ, എനിക്ക് മശ്ഗൂലാണ്, ഞാൻ ശുഗലാണ്, ഞാൻ എപ്പോഴും ജോലി തിരക്കാണ്. ബിൽ ഇസ്തിഗ്ഫാരി മിനദ്ദുനൂബ്, പാപങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് പാപമോചനം തേടുക. ഇതും ഒരു നിലക്ക് ശുക്ർ തന്നെയാണ്, അല്ലേ? നമ്മൾ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക, പാപമോചനം ചെയ്യുക. ഇസ്തിഗ്ഫാർ എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവിധത്തിലുള്ള നിഅമത്തുകൾ കൈവരാനും സാധ്യമായ ഒന്നാണെന്നുള്ളത് ഇസ്തിഗ്ഫാർ. നമുക്ക് നിഅമത്ത് ഉണ്ടാകാനും എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളും നീങ്ങിക്കിട്ടാണ്. ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ പാപങ്ങൾക്ക് മാത്രമല്ല, അല്ലേ? പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അള്ളാഹുവിനോട് ഞാൻ ഇസ്തിഗ്ഫാർ നടത്തുന്നുണ്ട് ഒരു ദിവസത്തിൽ 100 മറത്തിൻ, 100 പ്രാവശ്യം. എന്തിനാ 100 പ്രാവശ്യം? എന്തുകൊണ്ടാ? ഏറ്റവും കൂടുതൽ റബ്ബ് തആല എന്റെ മേൽ നിഅമത്ത് ചെയ്തിട്ടുണ്ട്. ആ നിഅമത്തിന് ബദലായിട്ട് ഒരു ശുക്ർ എന്ന നിലക്ക്, അല്ലെങ്കിൽ തഅബ്ബുദ് എന്ന നിലക്ക്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഇബാദത്ത് എന്ന നിലക്കാണ്, അല്ലെങ്കിൽ ഞാൻ ശുക്ർ എന്ന നിലക്കാണ് പടച്ചതമ്പുരാൻ ഇത് ചെയ്യുന്നത്. പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പാപമില്ലല്ലോ. പാപം ഇല്ലാതിട്ട് പോലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസത്തിൽ 100 തവണ ഇസ്തിഗ്ഫാർ ചെയ്യുന്നു എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാത്രം ചരിത്രമല്ല, മുൻകാല പ്രവാചകന്മാരുടെ എല്ലാവരുടെയും ചരിത്രം അങ്ങനെ തന്നെയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇസ്തിഗ്ഫാർ, അള്ളാഹുവിനോട് പാപമോചനം ചെയ്യുക. ദോഷം ചെയ്താലും ദോഷം ചെയ്തിട്ടില്ലെങ്കിലും അത് നിഅമത്തുകൾക്കുള്ള ശുക്റാണ്. അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. മൂന്നാമത്തത് പറയുന്നു, ഇബ്രാഹിമിന് അദ്ഹം റളിയല്ലാഹു അൻഹു തന്റെ ശിഷ്യന്മാരോട് പറയാണ്, ഒബിൽ ഇസ്തിഅദാദി ലിൽ മൗതി, മരണത്തിലേക്ക് തയ്യാറെടുക്കുകയാണ് ഞാൻ. ഏതൊരു സമയത്തും മരണത്തിലേക്ക് തയ്യാറെടുക്കുക. കാരണം മരണം എന്നുള്ളത് മരണത്തോടുകൂടെ നമ്മൾക്ക് പിന്നെ അമല് ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഈ നമ്മൾ സമയത്തെ നഷ്ടപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയമാണ്. സമയത്തെ നഷ്ടപ്പെടുത്തുക എന്നുള്ളത് ആഖിറത്തിനെ നമ്മളെ നഷ്ടപ്പെടുത്തുന്നതിന് തുല്യമാണ്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് മരണത്തിന് ഉള്ള സമയം നമ്മൾ തയ്യാറെടുക്കണം എന്നർത്ഥം. ലിൽ മൗതി, മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുക എന്ന് ഇബ്രാഹിമിന് അദ്ഹം റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ,
പരിശുദ്ധമാക്കപ്പെട്ട ഒരു മാസത്തിലും ഒരു ദിവസത്തിലും ആണ് നമ്മൾ നിലകൊള്ളുന്നത്. നമ്മുടെ ദുആകൾക്ക്, നമ്മുടെ പ്രാർത്ഥനകൾക്ക് എല്ലാം ഏറ്റവും കൂടുതൽ ഇജാബത്ത് പ്രതീക്ഷിക്കപ്പെടാവുന്ന രാവിൽ കൂടിയാണ് നമ്മൾ. കാരണം ആശുറ നമുക്ക് നൽകുന്ന ഒരു വലിയ പാഠമുണ്ട്, അല്ലെ? അശുറ ഒന്നോ രണ്ടോ സംഭവങ്ങൾ മാത്രമാണ് നമ്മളെ വിഷമം ജനിപ്പിക്കുന്ന വാർത്തകൾ അശുറയിൽ നിന്നും നമ്മൾ കേൾക്കുന്നത്. അഥവാ കർബലയിലെ മഹാനാകുന്ന ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ അതിദാരുണമായ വഫാത്ത്. അതൊഴിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ സംഭവങ്ങളും അത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന അല്ലാഹു തആല സ്വീകരിച്ചു. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കപ്പൽ ജൂദി പർവ്വതത്തിന്റെ മുകളിൽ വന്നു നിന്നു. അതുപോലെ തന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തീക്കുണ്ടാരത്തിൽ നിന്ന് നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ, ഇങ്ങനെ ഓരോ സംഭവങ്ങളും. അതിനുശേഷം മഹാനാകുന്ന മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരുപാട് പരീക്ഷണങ്ങൾക്കൊടുവിൽ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അനുയായികളെയും ഫറോവയിൽ നിന്നും അവന്റെ കിങ്കരന്മാരിൽ നിന്നും അല്ലാഹു തആല രക്ഷപ്പെടുത്തി. ചെങ്കടലിൽ ഫറോവയെയും അവന്റെ കൂട്ടാളികളെയും മുക്കി അല്ലാഹു തആല നശിപ്പിച്ചു. ഇതെല്ലാം നമുക്ക് പറഞ്ഞു തരുന്ന ഒരു വലിയ ചരിത്രമുണ്ട്. ഇതാണ് അശുറഇന്റെ നമുക്ക് ഏറ്റവും വലിയ പാഠം. അഥവാ പീഡിപ്പിക്കപ്പെട്ട ഒരു ജനവിഭാഗത്തിന്, മർദ്ദിത ജനവിഭാഗത്തിന്, ആക്രമിക്കപ്പെട്ട ഒരു ജനവിഭാഗത്തിന് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുമെന്നതാ. അഥവാ അക്രമം ഏറ്റുവാങ്ങിയവർ എന്നും അവരെ അക്രമം മേടിച്ച് അങ്ങനെ കഴിയേണ്ടവരല്ല. അവർക്ക് അള്ളാഹു അവരെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് ആശുറ നമുക്ക് നൽകുന്ന വലിയൊരു പാഠം. എന്നാലോ അള്ളാഹുവിന്റെ സഹായമുണ്ടാകും. അക്രമികൾക്ക് അല്ലാഹുവിന്റെ ശിക്ഷയും ആക്രമിക്കപ്പെട്ട ജനതയ്ക്ക് അല്ലാഹുവിന്റെ സഹായവും ഉണ്ടാകും. ഇത് നമുക്ക് ആശുറ നൽകുന്ന വലിയ പാഠമാകുന്നു, അല്ലെ? അതല്ല ഈ ചരിത്ര സംഭവങ്ങളൊക്കെ, ഈ പ്രവാചകന്മാരുടെ ചരിത്രങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്, എന്നും വിഷമം അനുഭവിച്ച മഹാന്മാരായിരിക്കുന്ന പ്രവാചകന്മാരും അവരുടെ അനുയായികളും ഈ ശത്രുക്കളുടെ ഈ പ്രയാസങ്ങളിൽ നിന്ന്, ഈ ബുദ്ധിമുട്ടുകളിൽ നിന്ന്, അവരുടെ ഈ പീഡനങ്ങളിൽ നിന്നൊക്കെ ഒരു മോചനം എന്ന് ഒരുപാടായിട്ട് അവര് പ്രാർത്ഥനയോടെ കണ്ടിരുന്ന ആ ഓരോ ജനവിഭാഗത്തിനും അല്ലാഹു തആല രക്ഷയും സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുന്നത് ആശുറഇന്റെ ദിവസത്തിലാണ്. അതുകൊണ്ടാ പറയുന്നത് ആശുറ ആക്രമിക്കപ്പെട്ട ജനവിഭാഗത്തിന് വലിയ സമാധാനവും സന്തോഷവും ഉള്ളതോടുകൂടെ താക്കീതുകൂടിയാണ് ആശുറ. ആർക്ക്? അഥവാ അക്രമികൾക്കുള്ള താക്കീതാണ്. എന്നും ലോകത്ത് ഒരു വിഭാഗം മാത്രം ആക്രമിക്കപ്പെടാനും ഒരു വിഭാഗം മാത്രം അക്രമികളും, ഇത് അല്ലാഹു തആല നോക്കുന്നുണ്ട് എന്നുള്ളത് ഈ ആശുറ നമുക്ക് നൽകുന്ന വലിയ പാഠമാണ്. അതുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്കും നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്കൊക്കെ അല്ലാഹുവിന്റെ രക്ഷ നമുക്കുണ്ടാകും എന്ന് പറഞ്ഞു തരുന്ന ഒരു ദിവസം കൂടിയാണ് ഈ ദിവസം. അത് നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട് അശുറ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കുകയാണ്, അല്ലെ? ഒരുപാട് മഹാന്മാരായിരിക്കുന്ന ആളുകൾ വിട പറഞ്ഞു പോയ മാസമാണ് സയ്യിദ് അലവിയിൽ മംഫുറമി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ലൈവൊക്കെ കേട്ടിട്ടുണ്ടാവും. അവരുടെയൊക്കെ പേരിൽ അതുപോലെ ഒരുപാട് മുഹറമില് മഹാനാകുന്ന ഇമാം മഹല്ലി റളിയല്ലാഹു തആല അൻഹു, അതുപോലെ തന്നെ മഹാനാകുന്ന സമസ്തയുമായി ബന്ധപ്പെട്ട ഒരുപാട് വലിയ മഹാന്മാര്, കെ വി മുഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ മഹാനവറുകൾ ഈ ലോകത്തോട് വിട പറഞ്ഞതും ഈ മുഹറം മാസത്തിൽ തന്നെയാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട തുരീഖത്തിന്റെ വലിയ ഷെയ്ഖായിരുന്ന ചാപ്പനങ്ങാടി ഉസ്താദ് വഫാത്തായത് ഈ മുഹറം മാസത്തിലാണ്. വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ വഫാത്തായത് ഈ മാസത്തിലാണ്, ഈ മുഹറം മാസത്തിലാണ്. ഇമാം ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു അതിദാരുണമായി ഈ ലോകത്തോട് വിട പറഞ്ഞത്, ഈ ലോകത്തിന് ഷഹീദായിട്ട് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയത് ഈ മാസത്തിലാണ്. ഇങ്ങനെ ഒരുപാട് മഹത്തുക്കൾ വഫാത്തായി പോയ മാസമാണ്. അതോടൊപ്പം ഏറ്റവും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ വർഷിച്ച മാസവും കൂടിയാണ്. അതുകൊണ്ട് ഏറ്റവും സുന്ദരമായ മാസത്തിലാണ്. അവരുടെയൊക്കെ പേരിൽ ഒരു ഫാത്തിഹ സൂറത്ത് ഓതി നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. إياك نعبد وإياك نستعين اهدنا الصراط المستقيم
സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ഇലാ ഹദ്റത്തി റൂഹി നബിയിനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം وإلى حضرة أهل الخير كلهم أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ദുആക്ക് ഇൻഷാ അല്ലാഹ് ദുആ ഇറക്കാൻ വേണ്ടി പോവാണ്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ.